1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കിയെടുക്കണം. കുറച്ച് ലൂസിൽ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയില്ലേ, ഒരു തവയെടുത്തിട്ട് അതിലേക്ക് 3 ദോശയായിട്ട് ഇത് ചുട്ടെടുക്കുന്നുണ്ട്. 1/2 കപ്പ് മൈദ നല്ലോണം നൈസാക്കിയിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നല്ല വലിപ്പത്തിലുള്ള ഓട് തന്നെ എടുക്കാൻ നോക്കണം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് കുറച്ച് വേവായി വന്നാൽ ഇത് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കണം. വെന്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. മീഡിയം ഫ്ലെയിമിലിട്ടേ വേവിക്കാൻ പാടുള്ളൂ. ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്കില്ലേ 1 കപ്പ് കാബേജ്, ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കിയത്, 2-3 പച്ചമുളകും ചെറിയ പീസാക്കി കട്ടാക്കിയത്, ഒരു ക്യാരറ്റും ചെറിയ പീസാക്കി കട്ടാക്കിയത്, കുറച്ച് മല്ലിയില അതും ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞളും ഗരം മസാല ഇട്ടിട്ട് 4 വിസിലിട്ടിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്ത ബീഫാണ്. അതൊന്ന് ക്രഷാക്കി എടുക്കണം. ഓവറായിട്ട് ക്രഷാക്കരുത്. ഇതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സാകണം. നിങ്ങൾക്ക് ബീഫിന് പകരമില്ലേ ചിക്കൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ എഗ്ഗ് ഉപയോഗിക്കാം. ഇത് ബീഫ് ഭംഗിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് ചിക്കനല്ലേ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ചുട്ട് വെച്ച ദോശ ഇല്ലേ, അതിൽ നിന്ന് ഒരു ദോശ എടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം, നല്ല നേരിയ ദോശയായിരിക്കണം. ഇതുപോലെ മടക്കാനൊക്കെ കഴിയണം. ഒരു ദോശ എടുത്തിട്ട് അത് 4 ഭാഗമായിട്ട് കട്ടാക്കി കൊടുക്കാം. ഇതുപോലെ കട്ടാക്കി കൊടുക്കണം. കുറച്ച് തടി ദോശക്ക് വന്നാലില്ലേ ഇതുപോലെ കട്ടാക്കി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് കുറച്ച് ലൂസിൽ കലക്കിയെടുത്തിട്ട് വേണം ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടേ ദോശ ചുട്ടെടുക്കാനും പാടുള്ളൂ. ഇനി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ മൈദ പേസ്റ്റ് കൊണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. നേരത്തെ മാവില്ലേ ദോശമാവ്, അത് തന്നെ കുറച്ചുകൂടി പൊടിയിട്ടിട്ട് കുറച്ച് തിക്കാക്കി എടുത്തതാണ്. 1 ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കാം. ഓവറായിട്ട് മസാല വെച്ച് കൊടുക്കരുത്. എന്നിട്ട് ടൈറ്റാക്കിയിട്ട് വേണം ഇതുപോലെ റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ 2 ലാസ്റ്റ് ഭാഗത്തും നന്നായി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ മസാലയൊന്നും പുറത്ത് വരില്ലല്ലോ. ഇനി നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. നന്നായി ടൈറ്റിൽ ചുറ്റിച്ചെടുക്കാൻ നോക്കണം. ഇതുപോലെ. ഇതാണ് ബീഫ് ഭംഗി. ചിക്കൻ ഭംഗി ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതും ടേസ്റ്റ് തന്നെയാണ്. മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ 2 കാണിച്ചിരുന്നില്ല. ഇനി എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് പോരാം. ഇതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വേവാനുമില്ല. ഈ ദോശയും വെന്തതാണ്. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ബാക്കിയുള്ള സ്നാക്സ് പോലെയല്ല. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ആ ടൈം ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ മസാല തന്നെ വേണമെന്നൊന്നുമില്ല. കട്ലറ്റിൻ്റെ മസാല ഇല്ലേ, ബീഫ് ചിക്കൻ ഏത് മസാലയായാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ വയറ്റണ്ട പിടിക്കണ്ട ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ മാവ് കുഴക്കണ്ട പരത്തണ്ട. പെട്ടെന്ന് ഈ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഞാൻ ഇപ്രാവശ്യം ഇടുന്ന എല്ലാം വെറൈറ്റിയാണ്. ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഞാൻ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഫുള്ളായിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. ബാക്കി പകുതിയില്ലേ ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇൻഷാ അല്ലാഹ് നാളെ പൊരിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ.